കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
ഇപ്പോൾ സമരം തുടങ്ങിയ 50 ദിവസങ്ങളായിട്ടും ഈ സമരത്തിന് ഒരു ബൂമുണ്ടാകുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സമരത്തെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നില്ല. ജനങ്ങൾക്ക് ഇങ്ങനൊരു സമരം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അറിയില്ല. ഒന്നാമത്തെ ദിവസം വന്ന വാർത്ത തന്നെയാണ്. ആദ്യത്തെ ദിവസം തുറക്കാനേ സമ്മതിച്ചില്ല, കംപ്ലീറ്റ് ബ്ലോക്കായി. ഒരാളെയും ഉള്ളിലും കടത്തിയില്ല, ഒരാളെയും പുറത്തും കടത്തിയില്ല. പുറത്തേക്കും വന്നില്ല, പുറത്തുള്ള ആൾക്കാർക്ക് അകത്തും പോകാൻ പറ്റിയില്ല. ജനങ്ങളെല്ലാവരും കമ്പനി ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കമ്പനി 2-3 ദിവസം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കമ്പനി പൂട്ടും എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുമായിട്ട് വിളയോടി വേണുഗോപാൽ ഒരു ധാരണയുണ്ടാക്കി. ഇത്രയും രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും ഒന്നിച്ച് എല്ലാവരും അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടി പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടും പോലീസ് ഒരു കേസെടുക്കുകയോ അവരെ തടയുകയോ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണ്. എന്ന് മാത്രമല്ല, പെരുമാട്ടി പറയുന്നത് പ്രത്യേകിച്ച് ഒരു നാട്ടുരാജ്യമാണല്ലോ. നമ്മുടെ നിലപാടുകൾ വളരെ അഴകുഴമ്പനാണെന്നും ഈ ഗാന്ധിയൻ സമരം കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്കുള്ള ഒരു ചിന്താഗതിയാണ് അവർക്കുണ്ടായിരുന്നത്. ഈ കമ്പനിയിൽ ആകെ ജോലിക്കാർ 80 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 80 പേരിൽ ഒരു 10-12 പേര് മാത്രമേ പ്രാദേശികമായിട്ടുള്ള ആളുകളുള്ളൂ. ഈ പ്രാദേശികമായ ആളുകൾ എന്ന് പറയുന്നത് പരിസരവാസികളല്ല. പ്രാദേശികമായി പറഞ്ഞാൽ ചിറ്റൂർ താലൂക്കിലെ, പാലക്കാട് ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അതുകൊണ്ട് പ്രാദേശികമായി ഇവിടെ ആരും അങ്ങനെ കാര്യമായിട്ടൊന്നും ജോലിക്ക് പോയിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇവർ ജോലിക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ ഇവരുമായിട്ട് ക്ലാഷിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യ കാലഘട്ടത്ത് ഈ കമ്പനി തുടങ്ങുമ്പോൾ വരദരാജൻ്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തി എന്ന് പറഞ്ഞല്ലോ. ആ സമയത്തൊക്കെ അവരുടെ ഒരു മുദ്രാവാക്യം ഇതും കൂടിയായിരുന്നു, എന്ത്, പ്രദേശവാസികൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ളതും അവരുടെ ഒരു മുദ്രാവാക്യമായിരുന്നു. ഏപ്രിൽ 22 കൊക്കോക്കോളയ്ക്കെതിരായിട്ടുള്ള സമരം തുടങ്ങി. അപ്പോൾ കമ്പനി അവരൊരു മുൻകൂർ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിക്കുകയാണ്. എന്താ ഇഞ്ചക്ഷൻ ഓർഡർ പറഞ്ഞാൽ, കമ്പനിയുടെ സ്വത്തുവകകൾ തൊടുകയോ നശിപ്പിക്കുകയോ കമ്പനിയിൽ പ്രവേശിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 18 ആളുകൾ കമ്പനിയുടെ ഏതെങ്കിലും സ്വത്തുവകകൾ നശിപ്പിക്കുകയോ അവരുടെ കമ്പനി സ്ഥലത്ത് പ്രവേശിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തതാണ് കമ്പനി. അതാണ് ഈ 18 പേർക്കെതിരായിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ഓർഡറാണത്. ശരിക്കും ഈ ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ പേരിലായിരുന്നല്ലോ ഈ സമരം തുടങ്ങിയത്. അത് കൊക്കക്കോള വിരുദ്ധ സമരസമിതി എന്നുള്ള പേരിലേക്ക് മാറാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഈ പോരാട്ടം സംഘടനയുടെ പ്രധാനപ്പെട്ട നേതൃത്വപരമായിട്ടുള്ള പങ്കാണ്. കൃത്യമായിട്ടും 4 മുദ്രാവാക്യങ്ങൾ വയ്ക്കാനും ഈ സമരസമിതിക്ക് പ്ലാച്ചിമട കൊക്കക്കോള വിരുദ്ധ സമരസമിതി എന്നുള്ള പേര് വെക്കാനൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട പങ്ക് അവർ തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും പോരാട്ടത്തിൻ്റെ ശ്രീ MN രാവുണ്ണി ഏട്ടൻ്റെ വൈഫായിട്ടുള്ള ഹേമ ടീച്ചർ, അവർ കുറേ അധികം ദിവസം ഈ സമരത്തിൻ്റെ തുടക്കകാലങ്ങളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ഒരു കൃത്യമായിട്ടുള്ള ഒരു ആശയ അടിത്തറ പറഞ്ഞാൽ കോർപ്പറേറ്റ് ചൂഷണത്തെ സംബന്ധിച്ചും ജലചൂഷണത്തെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആളുകൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കാനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിച്ചത് അവർ തന്നെയാണ്. അപ്പോൾ ഈ ആദിവാസി സംരക്ഷണ സംഘത്തിൻ്റെ പേരിൽ ഒരു സമരം നടത്തുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ആദിവാസികളുടെ മാത്രം സമരമായിട്ട് ചുരുങ്ങും. അപ്പോൾ പൊതു സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടണമെങ്കിൽ അതിന് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പേരാക്കി മാറ്റണമെന്ന് അവരാണ് നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേരിടാൻ കാരണം. അതുപോലെ തന്നെ ഈ വിളയോടി ശിവൻകുട്ടി, അവരൊക്കെ ഈ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം വെക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിച്ച ആളുകളാണ്. ഈ കൊക്കക്കോള കമ്പനി ശാശ്വതമായി അടച്ചുപൂട്ടുക,
അതുപോലെ തന്നെ ബാധിക്കപ്പെട്ട ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകി ഇവിടെ നിന്ന് നാടുവിടുക, അങ്ങനെ തുടങ്ങിയ കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മുദ്രാവാക്യം വയ്ക്കാൻ സഹായിച്ചത് ഇവരൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു ഇതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് സുരേഷ് ജോർജ്. അദ്ദേഹം NIPMൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിരുന്നു. അദ്ദേഹമാണ് കേരളത്തിലെ വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിരോധ പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യ സമിതി രൂപീകരിക്കാനുള്ള നേതൃത്വപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയത്. അപ്പോൾ ഈ സമരത്തിൻ്റെ ഘടന എന്ന് പറയുന്നത് സമരസമിതി ഉണ്ട്. ആ സമരസമിതിയുടെ രക്ഷാധികാരി വിളയോടി വേണുഗോപാൽ. അതുപോലെ തന്നെ തുടക്കത്തിലുണ്ടായ സംഗതികളാണ് പറയുന്നത്. അതായത് തുടക്കത്തിൽ ഈ സമിതി രൂപീകരിച്ചത്, ഈ സമരസമിതിയിൽ വിളയോടി വേണുഗോപാലാണ് രക്ഷാധികാരി, പിന്നെ സ്വാമിനാഥൻ കൺവീനർ, ഞാൻ സമരസമിതിയുടെ വർക്കിംഗ് കമ്മിറ്റി കൺവീനറായിരുന്നു, വിളയോടി ശിവൻകുട്ടി വർക്കിംഗ് കമ്മിറ്റി ജോയിൻറ്റ് കൺവീനറായിരുന്നു. അങ്ങനെയാണ് ഒരു സമരസമിതി രൂപീകരിച്ചത്. 4 പേര് ഭാരവാഹികളും ബാക്കി കമ്മിറ്റി അംഗങ്ങളും. പിന്നെ ഞാൻ ഈ സമരസമിതിയിൽ നിന്ന് ഞാനും സ്വാമിനാഥനും രാജിക്കത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. രാജിക്കത്ത് കൊടുത്തു. അത് രാജിക്കത്ത് കൊടുക്കാൻ എന്താ കാരണം ചോദിച്ചാൽ 2006 ഓഗസ്റ്റ് 6-നാണെന്ന് തോന്നുന്നു. അന്ന് പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ വർഗ ബഹുജന സംഘടനയാണ് പീപ്പിൾസ് റെസിസ്റ്റൻറ്റ് ഫോറം. അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള സായി ബാബ, അദ്ദേഹം അടുത്ത കാലത്ത് മരിക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. സമരസമിതിൻ്റെ പേരിലും ഐക്യദാർഢ്യ സമിതിയുടെ പേരിലും ഒരു പൊതുപരിപാടി, പൊതുയോഗം വെച്ചിട്ട് അദ്ദേഹത്തെ സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അങ്ങനെ അത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ സമരസമിതിയോ ഐക്യദാർഢ്യ സമിതിയോ അറിയാതെയാണ് ആ തീരുമാനം ഉണ്ടാകുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വർക്കിംഗ് കമ്മിറ്റി കൺവീനർ സ്ഥാനവും സ്വാമിനാഥൻ കൺവീനർ സ്ഥാനവും രാജിവെച്ചുകൊണ്ട് രാജിക്കത്ത് കൊടുത്തു സമരസമിതിക്ക്. എൻ്റെ രാജിക്കത്ത് മാത്രം സ്വീകരിക്കുകയും സ്വാമിനാഥൻ്റെ രാജിക്കത്ത് തള്ളിക്കളയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ സമരസമിതിയിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ഞാൻ കുറേ കാലം സമരങ്ങൾക്കൊന്നും പോയിരുന്നില്ല. ഒരു 5-6 മാസക്കാലമൊന്നും പിന്നെ പല സമരപരിപാടികളിലും പങ്കെടുക്കുക, അവിടെ പോകും, സജീവമല്ലായിരുന്നു. പിന്നെയാണ് കേരളത്തിലെ ഐക്യദാർഢ്യ പ്രവർത്തകരെല്ലാം ചേർന്നിട്ട് ഐക്യദാർഢ്യ സമിതിയുടെ ജനറൽ കൺവീനറാകണം, ആറുമുഖൻ മാറി നിൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പിന്നെ ഐക്യദാർഢ്യ സമിതിയുടെ ജനറൽ കൺവീനറായിട്ട് എന്നെ ചുമതലപ്പെടുത്തുന്നത്. ഇതിൽ ഒരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടാകുകയായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിളയോടി ശിവൻകുട്ടി എന്ന് പറയുന്നത് ഒരു ML സംഘടനയുടെ പ്രവർത്തകനാണ്. പോരാട്ടം എന്ന് പറയുന്നത് ഏകദേശം ഒരു മാവോയിസ്റ്റ് ടച്ചുള്ള സംഘടനയാണ്. അവരുടെ വർഗ ബഹുജന സംഘടനയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ പ്രധാന പ്രവർത്തകനാണ് വിളയോടി ശിവൻകുട്ടി. അദ്ദേഹത്തെ ഈ സമരസമിതിയിൽ ഞാനാണ് കൊണ്ടുവരുന്നത്. അത് നമ്മൾ കൊണ്ടുവരാനുള്ള ഒരു പ്രധാന കാരണം വിളയോടി വേണുഗോപാലാണ്. ഈ സമരം 2002 ഏപ്രിൽ 22-ന് തുടങ്ങിയല്ലോ. ഈ സമരം തുടങ്ങിയിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും കമ്പനി സമരത്തിനെതിരെ പത്രപ്രസ്താവന കൊടുക്കും. നമുക്ക് മറുപടി പറയാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ അറിയില്ല. സമരസമിതി കൂടണമല്ലോ. ഇവിടെ നോക്കുമ്പോൾ രക്ഷാധികാരി ഉണ്ടാവില്ല. രക്ഷാധികാരി കോഴിക്കോടായിരിക്കും, തിരുവനന്തപുരമായിരിക്കും, തൃശ്ശൂരായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ഫോണിലൊക്കെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി റെഡിയാക്കിയിട്ട് അന്ന് തന്നെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമോ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ അത് വരും, സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ വരും, വന്നില്ലെങ്കിൽ വരില്ല. അന്ന് കാര്യമായിട്ട് പത്രങ്ങൾ എഴുതിയിരുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സമരത്തിൻ്റെ 50 ദിവസം പൂർത്തിയായിട്ടും വിളയോടിന് പൂർണ്ണ സമയം നമുക്ക് പ്ലാച്ചിമടയിൽ കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ സമരം തുടങ്ങി 4 ദിവസത്തിനുള്ളിൽ കമ്പനി പൂട്ടുന്നതാണ് ഞാൻ വിചാരിച്ചത്. അവസാനം എനിക്ക് മനസ്സിലായി സമരം ഇങ്ങനെ കുറച്ച് നീണ്ടു പോകും, പെട്ടെന്നൊന്നും ഈ കമ്പനി പൂട്ടും തോന്നുന്നില്ല. കാരണം സമരം തുടങ്ങിയത് കമ്പനി തുറക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് സമരം തുടങ്ങിയത്. ആദ്യത്തെ ദിവസം തുറക്കാനേ സമ്മതിച്ചില്ല, കംപ്ലീറ്റ് ബ്ലോക്കായി. ഒരാളെയും ഉള്ളിലും കടത്തിയില്ല, ഒരാളെയും പുറത്തും കടത്തിയില്ല. പുറത്തേക്കും വന്നില്ല, പുറത്തുള്ള ആൾക്കാർക്ക് അകത്തും പോകാൻ പറ്റിയില്ല. ജനങ്ങളെല്ലാവരും കമ്പനി ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കമ്പനി 2-3 ദിവസം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കമ്പനി പൂട്ടും എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ
പോലീസുമായിട്ട് വിളയോടി വേണുഗോപാൽ ഒരു ധാരണയുണ്ടാക്കി. പോലീസ് പറഞ്ഞു ഇങ്ങനെയാകുമ്പോൾ മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ കമ്പനിക്ക് മുമ്പുള്ള സമരം മാറ്റിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു സമരപ്പന്തലിൽ നിന്ന് കിട്ടിയിട്ട് സമരം തുടങ്ങിക്കോളി, കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ പറ്റില്ല, തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അവിടെ നിന്ന് മാറുന്നത്. അപ്പോൾ നമ്മൾ കമ്പനി പ്രവർത്തിപ്പിക്കില്ല എന്നുള്ള മുദ്രാവാക്യം മാറ്റി, അങ്ങനെ നിലപാട് മാറ്റി. എല്ലാവരും അറസ്റ്റ് ചെയ്യുന്നുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ ആ നിലപാട് മാറ്റി. അപ്പോൾ നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും സമരം നടത്തിക്കോളൂ, കമ്പനിയുടേതായ രീതിയിൽ പ്രവർത്തിക്കും, അങ്ങനെയുള്ളൊരു നില വന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസം സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ഇടപെടുകയും ഈ പ്രശ്നം ഉള്ള ഈ കമ്പനിയെ പൂട്ടിക്കുന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. അപ്പോൾ എന്ത് ചെയ്ത് വീട്ടിൽ തലയണം പായും ഒക്കെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ഥിര താമസമാക്കി. 2 ആഴ്ച 3 ആഴ്ച ഇവിടെ താമസിച്ച് ഈ സമരത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സമര കമ്പനിയൊക്കെ പൂട്ടിയിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സംഭവം നടന്നില്ല. അപ്പോൾ എൻ്റെ സംരംഭം തുടങ്ങിയ സമയമായിരുന്നു. ആ സംരംഭത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം, സോപ്പ് മാനുഫാക്ചറിങ് പരിപാടികളൊക്കെ നോക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തും വന്ന് നോക്കിയിട്ട് പോകും, വൈകുന്നേരത്തും വന്നിട്ട് പോകുന്ന സ്ഥിതിയായി. ഒരു ദിവസം 2 നേരം വന്നിട്ട് പോകും. ഇവിടെ സമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യും പോകും. പിന്നെ അത് ദിവസത്തിൽ ഒരു തവണയായി മാറി. 2 തവണ ബൈക്കിൽ ഇന്ധനം ഓടിച്ച് 10-18 കിലോമീറ്റർ ഡെയിലി വന്നിട്ട് പോകണ്ടേ, 18 കിലോമീറ്റർ വന്നിട്ട് പോകണ്ടേ. അപ്പോൾ അങ്ങനെ ആയി. പിന്നെ ആഴ്ചയിൽ 4 ദിവസം വരാൻ, പിന്നെ ആഴ്ചയിൽ 2 ദിവസമായി. അങ്ങനെ ആയി. പിന്നെ മനസ്സിലായി ഈ സമരം വളരെ നീണ്ടു നിൽക്കുന്ന സമരമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് സമരപ്പന്തലിൽ ആളുകൾ ഇരിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയും ഇവിടെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഷെഡ്യൂൾ ചെയ്തിട്ട് എല്ലാവരും സമരപ്പന്തലിൽ വരികയും പിന്നെ നമ്മൾ എന്തെങ്കിലും പരിപാടികൾ ഏതെങ്കിലും സംഘടനകൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവിടെ എത്തുമല്ലോ, ആ സമയത്ത് മാത്രം വന്നു പോകുന്ന രീതിയിൽ, പൊതുപരിപാടികൾ ഉണ്ടാകുമ്പോൾ വന്നു പോകുന്ന രീതിയിൽ, മീറ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് വന്നു പോകുന്ന രീതിയിലൊക്കെ ആയിട്ട് നമ്മുടെ ഷെഡ്യൂൾ മാറ്റി. വിളയോടി ശിവൻകുട്ടിയെ സമരസമിതിയിലേക്ക് കൊണ്ടുവരാൻ എന്താണ് കാരണം എന്ന് പറയാം. അപ്പോൾ സമരം തുടങ്ങിയ 50 ദിവസങ്ങളായിട്ടും ഈ സമരത്തിന് ഒരു ബൂമുണ്ടാകുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സമരത്തെ സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നില്ല. ജനങ്ങൾക്ക് ഇങ്ങനൊരു സമരം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അറിയില്ല. 1-ാമത്തെ ദിവസം വന്ന വാർത്ത തന്നെയാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, സമരസമിതിയുടെ ചെയർമാൻ അന്ന് രക്ഷാധികാരിയായിരുന്നു, പിന്നീടാണ് ആ പോസ്റ്റ് മാറ്റിയിട്ട് ചെയർമാനാക്കിയത് പിന്നീട്. അപ്പോൾ സമരസമിതിയുടെ രക്ഷാധികാരിയായിട്ടുള്ള വിളയോടിയുടെ സാന്നിധ്യം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയും തൊഴിലും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ഇവിടെ വന്ന് സമരത്തിൻ്റെ ഭാഗമായി നിൽക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഈ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അന്നത്തെ കുറച്ച് രക്തത്തിളപ്പുണ്ടാകുമല്ലോ, ചെറുപ്പമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും. അപ്പോൾ അന്ന് നമ്മൾ തീരുമാനിച്ചു ഈ സമരത്തിന് അത്ര ശക്തി പോരാ, ഈ നിലയ്ക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ സമരം നമുക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പോൾ കുറച്ചുകൂടി തീവ്ര നിലപാടുള്ള ആളുകളെ ഈ സമരത്തേക്ക് കൊണ്ടുവരണം എന്ന് ഞാനങ്ങനെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സമരവുമായി ബന്ധപ്പെട്ട് അതുവരെ ഈ സമരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കാത്ത വിളയോടി ശിവൻകുട്ടി ഒരു നിരീക്ഷകനായിട്ട് അവരൊരു പൊതുയോഗത്തിന് വരികയാണ്. ആ പൊതുയോഗം എന്ന് പറയുന്നത് 50-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഏകദേശം. ആ സമയത്ത് തൊഴിൽ സംരക്ഷണ സമിതിയുടെ പേരിൽ ഒരു പൊതുയോഗം നടക്കുകയാണ് അവിടെ. ആ പൊതുയോഗത്തിൽ എല്ലാ ട്രേഡ് യൂണിയനുകളുണ്ട്. ആ ട്രേഡ് യൂണിയനുകൾ എല്ലാവരും ചേർന്നിട്ട്, രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ചേർന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ തൊഴിലിന് താൽക്കാലിക തൊഴിലാളികളായിട്ട് അവിടെ പരിസരത്തുള്ള ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. ഈ 80 പേരല്ലാതെ പോകുന്നുണ്ട്. നിങ്ങളുടെ തൊഴിലിന് ഭീഷണിയായി മാറുകയാണെങ്കിൽ ഇവരെ അരിഞ്ഞു വീഴ്ത്തണമെന്നാണ് അവർ പല ആളുകളും ആ പൊതുയോഗത്തിലൂടെ ആഹ്വാനം ചെയ്തത്. അപ്പോൾ അന്ന് ഈ സമരക്കാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു, എനിക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും രാഷ്ട്രീയ പാർട്ടികൾ ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ച് എല്ലാവരും അരിഞ്ഞു വീഴ്ത്താൻ വേണ്ടി പരസ്യമായി ആഹ്വാനം ചെയ്തിട്ടും പോലീസ് ഒരു കേസെടുക്കുകയോ അവരെ തടയുകയോ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണ്. എന്ന് മാത്രമല്ല, പെരുമാട്ടി പറയുന്നത് പ്രത്യേകിച്ച് ഒരു നാട്ടുരാജ്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയൊക്കെ വന്നിട്ട് നമുക്ക് സമരം നടത്തിക്കൊണ്ടു പോകാൻ തന്നെ പറ്റുമോ, വലിയ ഒരു ഭീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ പൊതുയോഗ ദിവസമാണ് വിളയോടി ശിവൻകുട്ടി അവിടെ വരുന്നത്. ഇത് കാണാൻ വേണ്ടി വരുന്നതാണ്. അദ്ദേഹം മാറി നിന്നത് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് നേരത്തെ പരിചയമുണ്ട്, അതിന് മുൻപ് തന്നെ പരിചയമുണ്ട്. പിന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചു.
നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സമരത്തിൽ മാറി നിൽക്കാൻ പാടില്ല, സമരത്തിൽ അണിചേരണം എന്ന് അദ്ദേഹത്തോട് പറയുകയും 48 മണിക്കൂർ ഊണും ഉറക്കവും കുളിയും ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഒരു തീരുമാനമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. സമരസമിതി യോഗത്തിന് അങ്ങനെ വളയോടി ശിവൻകുട്ടിയെ ക്ഷണിക്കുകയും പിന്നെ സമരസമിതി പുനഃസംഘടിപ്പിക്കുകയും ഞാൻ വർക്കിംഗ് കമ്മിറ്റി കൺവീനറും ജോയിൻറ്റ് കൺവീനർ ശിവൻകുട്ടിനെയും ആക്കിയത്. പിന്നെ അങ്ങനെയാണ് സമരസമിതി മുന്നോട്ട് പോയത്. സമരസമിതിയിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ സമരസമിതിയെ അവരുടെ ആശയങ്ങൾക്കൊത്ത് ഈ സമരസമിതി പോകുന്നില്ല എന്ന് അവർക്ക് തോന്നലുണ്ടാകുകയും അവരുടെ ആശയങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയും ചെയ്തു. അവരുടെ മാവോയിസ്റ്റ് ആശയങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഗാന്ധിയൻ രീതിയിലുള്ള സമരമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അവരെന്തിനാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കെതിരായിട്ടുള്ള ഭീഷണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നത്. കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകാനാണ് അവരെ കൊണ്ടുവന്നത്. നമ്മുടെ നിലപാടുകൾ വളരെ അഴകുഴമ്പനാണെന്നും ഈ ഗാന്ധിയൻ സമരം കൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്കുള്ള ഒരു ചിന്താഗതിയാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ സമരത്തിന് ചുക്കാൻ പിടിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരാളും കൂടിയിട്ടാണ് ആറുമുഖൻ. അപ്പോൾ ആറുമുഖനെ ഇവിടുന്ന് ഒന്ന് ഒഴിവാക്കിയാൽ അവർക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റുന്ന അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കണം അവരൊക്കെ കൂടി എൻ്റെ രാജി സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ രാജി അവർ സ്വീകരിച്ചത്, സ്വാമിനാഥൻ്റെ സ്വീകരിക്കാതിരുന്നത്. സ്വാമിനാഥൻ അപകടകാരിയല്ലല്ലോ. സ്വാമിനാഥൻ എന്ത് പറഞ്ഞാലും തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു.